ഇവർ വേദരൽ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ പ്രമോ ആട്ടോ വന്നിട്ടുള്ളത്. അതായത് ഭൂമി അവിടെ ഹോട്ടലിൽ റൂം എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. അതായത് അയാളും അവിടെ തന്നെ വന്ന് താമസിക്കുന്നുണ്ടെന്ന് ഭൂമിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ ഭൂമി അയാളെ കാണും കേട്ടോ. എന്നാൽ ഭൂമി അറിയാത്ത പോലെ വീണ്ടും റൂമിലേക്ക് തന്നെ കയറി പോയിട്ട് അവിടുന്ന് എന്തൊക്കെയോ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഇറങ്ങുന്നത് കേട്ടോ. അതിനുശേഷം അയാൾ ആ റൂമിൽ കയറും. ഭൂമി ഇതൊക്കെ ഇങ്ങനെ അപ്പുറത്തുനിന്ന് കാണുന്നുണ്ട് കേട്ടോ. ഭൂമി മാറി നിന്നിട്ടാണ് നോക്കുന്നത്. അങ്ങനെ അയാൾ ആ ലെറ്ററും കൊണ്ട് അവിടെ നിന്ന് പോകുന്നതാ ഭൂമി കാണുന്നത്. ഭൂമി അപ്പം തന്നെ റൂമിലേക്ക് ചെന്ന് നോക്കൂട്ടോ. അപ്പോൾ ആ ബെഡിൽ വെച്ചിരിക്കുന്ന ബാഗൊക്കെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. അങ്ങനെ തുറന്നു നോക്കുമ്പോൾ ആ കത്ത് അതിലില്ല. കഥയിൽ ഇനിയേ ഉഗ്രൻ ട്വിസ്റ്റാണ് നടക്കാൻ പോകുന്നത് എന്ന് ഭൂമി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ഒറിജിനൽ ലെറ്ററായിട്ട് ഭൂമി അവിടെ നിന്ന് പോവുക. സത്യത്തിലും ഭൂമി ആ ലെറ്റർ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം അയാൾ വന്ന് അത് മോഷ്ടിക്കുന്ന ഭൂമിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഭൂമി വേറെന്തോ എഴുതിയിട്ടാണ് ആ പാക്കറ്റിൽ വെച്ചിട്ട്, എന്നിട്ട് യഥാർത്ഥ കത്ത് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമാൽ ഈ സമയം ഭവാനിയെ വിളിച്ചിട്ട് കത്ത് കിട്ടിയെന്ന് പറയും. അപ്പോൾ ഭവാനി പറയും എത്രയും പെട്ടെന്ന് ആ കത്തുമായി ഇവിടെ എത്തണം, അവളെ ഒന്നും ചെയ്യണ്ടെന്നും പറയണ്ടേ. അങ്ങനെ കമാൽ പിന്നെ പോകും. അങ്ങനെ അയാൾ പോയി കഴിഞ്ഞാൽ ഭൂമി ഇപ്പോൾ ഫ്രീ ആണല്ലോ. ഭൂമി ആ കത്തുമായിട്ട് ശങ്കരനാരായണൻ സാറിനെ കാണാനായിട്ട് പോവാണ്. അങ്ങനെ ഭൂമി പിന്നെ അങ്ങേരുമായിട്ട് സംസാരിക്കുന്ന ചില മീറ്റിങ്ങുകളൊക്കെ ആയിട്ടുള്ളത്. അതേസമയം പിന്നീട് കാണിക്കുന്നത് അഞ്ജനയും അജയും തമ്മിൽ എന്തോ വാക്കുതർക്കം ഉണ്ടാവുന്നുണ്ട്. അവിടെ ഭവാനിയും ഉണ്ട്, അതുപോലെ അജയുടെ ഫ്രണ്ടും ഉണ്ട്. അജയ് അഞ്ജനയെ അടിക്കാനൊക്കെ ഓങ്ങുന്നുണ്ട്. അമ്മയും മോളും മനസ്സിൽ കുറിച്ച് വെച്ച് ഒരു കാരണവശാലും ഈ വിവാഹം നടക്കില്ല. അങ്ങനെ ഇത് കാണുമ്പോൾ അനുപമ അജയോട് സംസാരിക്കുന്നുണ്ട്. അജയോട് പറയും സൂര്യൻ്റെ കാമുകി താമര, ചന്ദ്രൻ്റെ കാമുകി ആമ്പൽ. ഇങ്ങനെ ഓരോ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അജയ് നയനയായിട്ടുള്ള എൻഗേജ്മെൻ്റ് ഒക്കെ സ്വപ്നം കാണുക കേട്ടോ. അതായത് ആ നടത്തി തരുന്നുള്ള രീതിയിൽ അനുഭവം സംസാരിക്കുന്നത്. അങ്ങനെ അജയുടെയും നയനയുടെയും റിങ് എക്സ്ചേഞ്ചും അവരിങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നതൊക്കെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അജയ് എല്ലാം ആലോചിക്കുന്നതാട്ടോ അത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കമാൽ ആ ലെറ്റർ ഭവാനിക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഭവാനി അത് സന്തോഷത്തോടു കൂടെ വാങ്ങിക്കും. അങ്ങനെ ഭവാനി അത് വായിച്ചു കഴിഞ്ഞാൽ ആകെ ഷോക്കായി പോകും. തലയിൽ കൈവച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതെന്തിനാണെന്നൊന്നും അറിയില്ല കേട്ടോ. കത്ത് മാറിയെന്ന് മനസ്സിലായതുകൊണ്ടാണോ അതോ ഭൂമി എഴുതിയിരിക്കുന്ന എന്ത് വാചകം വായിച്ചിട്ടാണോ എന്നറിയില്ല. പിന്നീട് കാണിക്കുന്നത് കമാലിന് പിന്നാലെ ഭൂമി പോവാട്ടോ. അങ്ങനെ അവര് എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടത്തുന്നൊരു വീട്ടിലെത്തുന്നുണ്ട്. ഇതൊക്കെ ഭൂമി കാണുന്നുണ്ട്. ഭവാനി ആകെ പേടിക്കും. അങ്ങനെ ഇവന്മാർ പിന്നാലെ ഓടുന്നുണ്ടെങ്കിലും ഭൂമിനെ പിടിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവർക്ക് ആരാ വന്ന് നോക്കിയത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നീട് ഭൂമി നേരെ എത്തുന്നത് അജയുടെ അടുത്താണ്. അങ്ങനെ ഭൂമി അജയുമായിട്ട് ചായ കുടിച്ച് വേറൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുക. അച്ഛൻ്റെ കത്താണ് അയാളുടെ ലക്ഷ്യം. നമ്മുടെ സഞ്ചാരം ഇപ്പോൾ അച്ഛൻ്റെ കൊലക്കേസിന് പിന്നാലെയാ. അത് ചെയ്തവരാരായാലും അവരെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. പിന്നീട് മുത്തശ്ശിയുടെ എന്തൊക്കെയോ കാര്യങ്ങളെ അജയ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി തന്നെ മുത്തശ്ശി പറയും നാളെ ചില തീരുമാനങ്ങൾ എടുക്കും, ഭവാനി ആ സമയം ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം പറയുമ്പോൾ ഭവാനി ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞു. അങ്ങോട്ട് ഭൂമി ബാഗൊക്കെ ആയിട്ടാട്ടോ വരുന്നത്. ഇങ്ങനെ വരുന്നാണുമ്പോൾ ഭവാനി ഞെട്ടുന്നുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് ഇവളെന്താ ഇവിടെ എന്നൊക്കെ ഇനി ചോദിക്കുന്നുണ്ടാവണം. ഭൂമി അറിയും ഞാൻ ഈ വീട്ടിലെ മകളാണ്. ഇത് കേൾക്കുന്ന ഭവാനി അങ്ങ് ഷോക്കായി പോകും. ഭൂമി അഭിരാമിയാണെന്നുള്ള സത്യത്തിലേക്ക് എത്തിയതാണോ എന്താണെന്നറിയില്ല. എന്തായാലും ഭൂമി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ഇനി ആ ഭാഗത്തിനൊക്കെ ആയിട്ട് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്